ബെയ്ജിങ്ങിന്റെ ചുമരുകളിൽ ഉയർന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പതാകകൾ നേരത്തെ തന്നെ താറുമാറായി കിടന്നിരുന്ന ചൈനയുടെ കൂടുതൽ ഇരുണ്ട ദുഃഖത്തിന്റെ പ്രാതിനിധ്യം സൂചിപ്പിച്ചു. ഭയാനകവും ഉച്ചസ്ഥായിലുമുള്ള തന്റെ പ്രസംഗത്തിൽ മാവോ കമ്മ്യൂണിസത്തിന്റെ വാഗ്ദാനങ്ങൾ തട്ടിവിട്ടു. പക്ഷേ മാവോയുടെ വാഗ്ദാനങ്ങൾ കേട്ട് ആവേശം കൊണ്ട് കൈയടിച്ചവർ വൈകാതെ കാട്ടാളത്വത്തിന്റെ ബലിയാടുകളായി. ഇരുട്ടിന്റെ കാൽപ്പാടുകൾ. കമ്മ്യൂണിസ്റ്റ് വാഴ്ചയുടെ ആദ്യ വർഷങ്ങളിൽ ചൈനയുടെ ഏറ്റവും പ്രധാന സഹായി സോവിയറ്റ് യൂണിയൻ ആയിരുന്നു. മോസ്കോയിലെ രക്തദാഹിയായിരുന്ന ഏകാധിപതി സ്റ്റാലിൻ മാവോയെ തന്റെ സഖ്യകക്ഷിയായും വ്യക്തിപരമായി ഉറ്റ സുഹൃത്തായും കരുതി. സ്റ്റാലിന്റെ കെട്ടുകാഴ്ച റാലികളിൽ മാവോ സ്റ്റാലിനൊപ്പം ചേർന്നു. മാവോയുടെ വിപ്ലവത്തിനു ശേഷം 1950-ൽ കൊറിയയിലാണ് ഈ രണ്ട് രക്തദാഹികളായ കമ്മ്യൂണിസ്റ്റുകാരുടെയും സഹകരണമുണ്ടായത്. ചൈനയുടെയും സോവിയറ്റ് റഷ്യയുടെയും പിന്തുണയോടെ കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരുന്ന ഉത്തര കൊറിയ ദക്ഷിണ കൊറിയയെ ആക്രമിച്ച് കൈവശപ്പെടുത്തി. മൂന്ന് ദശലക്ഷം ജനങ്ങളുടെ ജീവൻ ബലിയായി നൽകി 3 വർഷക്കാലം ഈ യുദ്ധം നീണ്ടുനിന്നെങ്കിലും സമാധാനം സ്ഥാപിക്കുവാൻ ഐക്യരാഷ്ട്രസഭയുടെ സേനയെ അങ്ങോട്ട് അയക്കേണ്ടി വന്നു. ചൈനയിലെ ചെമ്പട നേരിട്ട് ഉത്തര കൊറിയയുടെ ഒരു വശത്തിലൂടെ അങ്ങോട്ട് കടക്കുകയായിരുന്നെങ്കിൽ സോവിയറ്റ് റഷ്യ അവർക്ക് വേണ്ട വെടിക്കോപ്പുകളും മറ്റായുധങ്ങളും നൽകി. കൊറിയൻ യുദ്ധത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ ഭാഗത്തുനിന്ന് പോരാടിയ തുർക്കികളുടെ സേനയ്ക്ക് 700-ലേറെ പേരുടെ ജീവൻ ബലി നൽകേണ്ടി വന്നു. ചരിത്രത്തിലെ ഏറ്റവും വലിയ രക്തരൂഷിത പോരാട്ടമായ കൊറിയൻ യുദ്ധത്തിനു ശേഷം മാവോ ചൈനയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടാൻ തുടങ്ങി. ഇടയ്ക്കിടെ അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയും ഉച്ചഭാഷിണി ഉപയോഗിച്ച് ദശലക്ഷക്കണക്കിന് ചൈനക്കാരെ തന്റെ കേൾവിക്കാരാക്കി മാറ്റുകയും ചെയ്തു. വ്യവസായവൽക്കരണവും പുനരുൽപാദനവും വാഗ്ദാനം ചെയ്ത അദ്ദേഹം പ്രഭാഷണങ്ങളിൽ ഇങ്ങനെ പറഞ്ഞു: മാർക്സിസം ലെനിനിസമാണ് നമ്മുടെ ഒരേയൊരു വഴികാട്ടി. തന്റെ സഖാവ് സ്റ്റാലിനെ പോലെ മാവോയും നിഷ്കരുണം പൊതു ഉടമ വ്യവസ്ഥ എന്ന പരിപാടി നടപ്പിലാക്കുവാൻ ആഗ്രഹിച്ചു. അദ്ദേഹത്തിന്റെ ആദ്യ നടപടി സ്വകാര്യ സ്വത്ത് കണ്ടുകെട്ടുകയായിരുന്നു. ഈ നയം വാഴ്ത്തുന്ന പ്രചാരണ ചിത്രങ്ങൾ ചൈനീസ് ജനതയ്ക്ക് ഈ നടപടി കൊണ്ടുവരുന്നതായി പറയപ്പെട്ട സൗഭാഗ്യങ്ങളെ വിഷയമാക്കി. സ്വത്തുക്കൾ മുഴുവൻ കണ്ടുകെട്ടപ്പെട്ട കച്ചവടക്കാരുടെ സന്തോഷത്തിന്റെ തെറ്റായ ചിത്രങ്ങൾ അവതരിപ്പിച്ചു. ധാരാളം സ്ത്രീകളും ഇതുപോലെ കളവായ സന്തോഷത്തിന്റെ ചിത്രങ്ങളായി പ്രത്യക്ഷപ്പെട്ടു. യഥാർത്ഥത്തിൽ ഈ വാഴ്ച എന്തായാലും ആളുകൾക്ക് നൽകിയത് സന്തോഷമല്ല, ഭയമാണ്. 100,000-കണക്കിന് ആളുകൾ
മാവോയുടെ ആദ്യ വർഷങ്ങളിൽ രൂപീകരിക്കപ്പെട്ട ജനകീയ കോടതികളിൽ നിസ്സാരമായ കുറ്റങ്ങൾക്ക് വിചാരണ ചെയ്യപ്പെടുകയും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും ചെയ്തു. എന്തായാലും യഥാർത്ഥ ദുരന്തം ആരംഭിച്ചത് മാവോയുടെ മുന്നോട്ടുള്ള വമ്പൻ കുതിപ്പിലാണ്. മുന്നോട്ടുള്ള വമ്പൻ കുതിപ്പെന്ന മഹാദുരന്തം. മാവോ അധികാരത്തിലേക്ക് വരുമ്പോൾ ചൈനയിലെ ജനങ്ങളിൽ മഹാഭൂരിപക്ഷവും പട്ടിണിയിലും തീർത്തും ദുസ്സഹമായ സാഹചര്യങ്ങളോടെ നെൽവയലുകളിൽ ജോലി ചെയ്യുകയുമായിരുന്നു. അവർ ഉണ്ടാക്കുന്നത് അവർക്ക് തന്നെ കഷ്ടിച്ച് തികയാവുന്ന അവസ്ഥയിലുമായിരുന്നു. പക്ഷേ ഏറ്റവും കുറഞ്ഞ പക്ഷം അവർക്ക് തിന്നാനുള്ളതുണ്ടായിരുന്നു. 1958 മാവോ ആരംഭിച്ച സാമ്പത്തിക പരിപാടിയായ മുന്നോട്ടുള്ള വമ്പൻ കുതിപ്പ് ചൈനയിൽ ഒരു ദുരന്തമായി. ചൈനയിലെ വ്യാവസായികവും കാർഷികവുമായ ഉൽപാദനം ഇരട്ടിയാക്കുമെന്ന മുദ്രാവാക്യവുമായാണ് മുന്നോട്ടുള്ള വമ്പൻ കുതിപ്പ് തുടങ്ങിയത്. ചൈനയിലെ ഉൽപാദനത്തെ സംബന്ധിച്ച് പാശ്ചാത്യർ എത്രമാത്രം അസൂയാലുക്കളാണെന്ന് പ്രചാരണാർത്ഥമുള്ള പോസ്റ്ററുകൾ വിശദീകരിച്ചു. സമൂഹത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം നടപ്പിലാക്കുക വഴി എല്ലാ പ്രശ്നങ്ങളെയും മാവോ പരിഹരിക്കുമെന്ന രീതിയിൽ അദ്ദേഹത്തെ നേതാവായി അവതരിപ്പിച്ചു. ആ ലക്ഷ്യവുമായി ആദ്യം കൃഷി പൊതു ഉടമ വ്യവസ്ഥയ്ക്ക് കീഴിലാക്കി. വ്യക്തിപരമായ ഉൽപാദനം നിരോധിച്ച് ആയിരക്കണക്കിന് ആളുകൾ ഉൾക്കൊള്ളുന്ന കമ്മ്യൂണികളിലേക്ക് മാറ്റപ്പെട്ട ഗ്രാമീണർ കൂട്ടമായി ഉൽപാദന പ്രക്രിയയിൽ ഏർപ്പെടുവാൻ പട്ടാളച്ചിട്ടയുടെ കീഴിൽ നിർബന്ധിതരായി. മാവോ ഇടയ്ക്ക് ഈ വയലുകൾ സന്ദർശിക്കുകയും പരിശോധിക്കുകയും ചെയ്തു വന്നു. അതേസമയം രാജ്യത്തുള്ള വിനാശകാരികളായ മുഴുവൻ മൃഗങ്ങളെയും തുടച്ചു നീക്കുമെന്ന ലക്ഷ്യത്തോടെ ഒരു പ്രചാരണ പരിപാടിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടക്കം കുറിച്ചു. വിളകളെ നശിപ്പിക്കുന്നവയുടെ ലിസ്റ്റിൽ മുൻപന്തിയിലായത് കുരുവികളാണ്. അതോടെ നൂറുകണക്കിന് ചൈനക്കാർ കല്ലും കമണയും തോക്കുമായി അവയെ നശിപ്പിക്കാൻ പുറപ്പെട്ടു. കൂടുതൽ കുരുവികളുടെ ശവങ്ങളുമായി തിരിച്ചെത്തുന്നവർ മാതൃകാ കമ്മ്യൂണിസ്റ്റുകൾ എന്ന് വാഴ്ത്തപ്പെട്ടു. പക്ഷേ ഈ പ്രചാരണത്തിന്റെയും പരിപാടിയുടെയും പര്യവസാനം പാർട്ടിക്ക് മുൻകൂട്ടി കാണാൻ സാധിക്കാതെ പോയി. കുരുവികളുടെ എണ്ണം ഏകദേശം 0 എന്ന നിലയിലേക്ക് കുറഞ്ഞപ്പോൾ അത് നേരത്തെ അവ ആഹാരമാക്കിയിരുന്ന കീടങ്ങളുടെ എണ്ണത്തിൽ വമ്പൻ വർധനവുണ്ടാക്കി. ഈ കീടങ്ങൾ രാജ്യത്തിന്റെ ഉൽപാദനത്തിന് വർദ്ധിച്ച തോതിൽ ദോഷം ചെയ്തു. ൽ കമ്മ്യൂണികൾക്കിടയിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടു. ഓരോ കമ്മ്യൂണികളിൽ നിന്നുമുള്ള വിളവുകൾ അളന്ന് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിച്ചവയെ ഉദാഹരണങ്ങളായി ഉയർത്തിക്കാട്ടി. ഓരോ കമ്മ്യൂണികളും ഉയർന്ന കോട്ടയിലേക്ക് എത്തുവാൻ മത്സരിച്ചു. തുടർന്നു വന്ന വിളവെടുപ്പിന് അവർ അനുവദിക്കപ്പെട്ട കോട്ട മറികടന്നതായി പ്രഖ്യാപിച്ചു. പക്ഷേ കണക്കുകൾ കള്ളമായിരുന്നു. തങ്ങൾ